ഹലോ, ഇന്നിപ്പോൾ ഒരു ഈസി റെസിപ്പിയാണ്. സോയ ചങ്ക്സ് കൊണ്ടൊരു സൈഡ് ഡിഷ്. ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റി ആയൊരു റെസിപ്പിയാണിത്. കുറച്ച് തൈരിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടിയൊക്കെ തൈരുമായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെള്ളം കളഞ്ഞെടുത്ത് സോയ ചങ്ക്സ് ചേർക്കാം. ചെറിയ സോയ ചങ്ക്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഇനി ഒരു നോൺ സ്റ്റിക്കിലോ പാനിലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി മുറിച്ച സവാളയും ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. സവാളയുടെ പച്ചമണം മാറിയ ശേഷം ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. വെളുത്തുള്ളി നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ മസാല ചേർത്ത് മാറ്റി വെച്ച സോയ ചങ്ക്സും ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ആ പാത്രത്തിൽ കഴുകി ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് പാന് തുറക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇടയ്ക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സോയ ചങ്ക്സ് റോസ്റ്റ് റെഡി. എങ്ങനെയാണ്? നല്ല ഈസി റെസിപ്പി അല്ലേ? ഈസി മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.